Hello students. Now the next topic eccentric load on welded joints. അതായത് എക്സെൻട്രിക് ലോഡ് വെൽഡഡ് ജോയിൻസിൽ ആക്ട് ചെയ്യുന്നത്. അത് രണ്ട് ടൈപ്പ് സ്ട്രെസ്സസ് ആണ് അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡയറക്റ്റ് ഷിയർ സ്ട്രെസ് ആൻഡ് ബെൻഡിങ് ഓർ ടോർഷൻ ഷിയർ സ്ട്രെസ്. ബെൻഡിങ് സ്ട്രെസ് അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് സ്ട്രെസ്സസ് എന്ന് പറയുന്നത് ഒന്ന് ഡയറക്റ്റ് ഷിയർ സ്ട്രെസ്, അത് P/A. പിന്നെ വരുന്നത് ബെൻഡിങ് സ്ട്രെസ് അല്ലെങ്കിൽ ടോർഷൻ ഷിയർ സ്ട്രെസ്, ടോർഷൻ കാരണം ഉണ്ടാകുന്ന ഷിയർ സ്ട്രെസ്. അപ്പോൾ ദർ ആർ ടു ടൈപ്സ് ഓഫ് എക്സെൻട്രിക് വെൽഡഡ് കണക്ഷൻസ്. അപ്പോൾ രണ്ട് ടൈപ്പ് എക്സെൻട്രിക് വെൽഡഡ് കണക്ഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വെൽഡഡ് കണക്ഷൻസ് സബ്ജക്റ്റഡ് ടു നോർമൽ മൊമെന്റ് ഇൻ എ പ്ലെയിൻ, നോർമൽ ടു ദ പ്ലെയിൻ ഓഫ് വെൽഡ്. അപ്പോൾ വെൽഡഡ് കണക്ഷൻസിൽ ഉണ്ടാകുന്ന മൊമെന്റ്, അപ്പോൾ എക്സെൻട്രിക് ലോഡ് വരുമ്പോൾ എന്തായാലും മൊമെന്റ് ഉണ്ടാവും. ആ മൊമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഫസ്റ്റ് കേസിനകത്ത് ആ മൊമെന്റ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ഓഫ് വെൽഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ആ മൊമെന്റ് പാരലൽ ടു ദ പ്ലെയിൻ ഓഫ് വെൽഡ് ആയിരിക്കും. അതാണ് രണ്ട് കേസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസ് വെൽഡഡ് കണക്ഷൻസ് സബ്ജക്റ്റഡ് ടു മൊമെന്റ് ഇൻ എ പ്ലെയിൻ നോർമൽ ടു ദ പ്ലെയിൻ ഓഫ് വെൽഡ്. ഈ ഒരു കേസ് എടുക്കുക, ഇതൊരു T ജോയിന്റ് ആണ്, ഇതാണ് വെൽഡ്. അപ്പോൾ ഡബിൾ പാരലൽ ഫില്ലറ്റ് വെൽഡ് ആണ്. ഇതിപ്പോൾ T ജോയിന്റ് ആണ്, T ഷേപ്പിലാണ് രണ്ട് പ്ലേറ്റുകൾ വെൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കേസിനകത്ത് പ്ലെയിൻ ഓഫ് വെൽഡ് ചെയ്തിരിക്കുന്ന പ്ലെയിൻ എന്ന് പറയുന്നത് ഈ പ്ലെയിൻ ആണ്. ഈ ഒരു പ്ലെയിനിലാണ് വെൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ലോഡ് P കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബെൻഡിങ് നടക്കുന്നത് ഇങ്ങോട്ട് താഴേക്ക്, അപ്പോൾ ഇങ്ങനെ ഒരു ബെൻഡിങ് ഇവിടെ നടക്കും. അപ്പോൾ ഈ ബെൻഡിങ് നടക്കുന്ന പ്ലെയിൻ എന്ന് പറയുന്നത് ഈ പ്ലെയിൻ ആണ്. ഈ പ്ലെയിനിലാണ് ബെൻഡിങ് നടക്കുന്നത്. അപ്പോൾ ഈ പ്ലെയിൻ എന്ന് പറയുന്നത് വെൽഡ് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ് അല്ലെങ്കിൽ നോർമൽ ആണ്. അതാണ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന രണ്ട് ഷിയർ സ്ട്രെസ്സിൻ്റെ കാര്യം പറഞ്ഞു. അതിൽ ഷിയർ സ്ട്രെസ് ഒന്ന് ടോ ഇസിക്കൽ ടു P/A, ഡയറക്റ്റ് ഷിയർ സ്ട്രെസ് ആണ്. അപ്പോൾ ലോഡ് ഡിവൈഡ് ബൈ ഏരിയ, ഓർ ഇറ്റ് ഇസ് ഈക്വൽ ടു P ഡിവൈഡ് ബൈ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് വെൽഡ് ഇൻറ്റു HT. HT എന്ന് പറയുന്നത് ത്രോട്ട് ലെങ്ത്. പിന്നെ HT കണ്ടുപിടിക്കാനുള്ള വേറെ ഇക്വേഷൻ HT ഇസ് ഈക്വൽ ടു, H എന്ന് പറയുന്നത് പ്ലേറ്റിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ വെൽഡ് സൈസ്, അതാണ് H എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ടേംസ് ഓഫ് H നമുക്ക് HT തന്നെ നമുക്ക് ഇറ്റ് ഇസ് ഈക്വൽ ടു 0.707 H. പിന്നെ വരുന്നത് രണ്ടാമത്തെ കേസ് വരുന്നത് ഇവിടെ ബെൻഡിങ് സ്ട്രെസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് ഡയറക്റ്റ് ഷിയർ സ്ട്രെസ്. ഇതിങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഡയറക്റ്റ് ഷിയർ സ്ട്രെസ് വരും. പിന്നെ അടുത്ത് വരുന്ന സ്ട്രെസ് ബെൻഡിങ് സ്ട്രെസ് ആണ്. അപ്പോൾ ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ സിഗ്മ ബി ഇസിക്കൽ ടു സിഗ്മ ഇസിക്കൽ ടു എം ബൈ സെഡ്. അപ്പോൾ ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് എം ബൈ സെഡ് അറിയാലോ, നമ്മൾ ബെൻഡിങ് ഇക്വേഷനിൽ നിന്ന് കിട്ടിയ എന്താണ് എം ബൈ ഐ ഇസിക്കൽ ടു സിഗ്മ ബൈ വൈ. ആ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ സിഗ്മ ഇസിക്കൽ ടു എം ഡിവൈഡ് ബൈ ഐ ബൈ ഒയ്. ഐ ബൈ ഒയ് എന്ന് പറയുന്നത് സെഡ്. ഇനി എം എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെന്റ് കിട്ടാനായിട്ട് നമുക്ക് E ആണ് എക്സെൻട്രിസിറ്റി, എക്സെൻട്രിക് ലോഡാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ പ്ലെയിനിൽ നിന്ന്, അപ്പോൾ പ്ലെയിൻ ഓഫ് വെൽഡിൽ നിന്ന് ലോഡിൻ്റെ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എക്സെൻട്രിസിറ്റി E എന്ന് പറയുന്നത്. അപ്പോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് ലോഡ് ഇൻറ്റു ഇ, PE ആയിരിക്കും മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എം ഇസിക്കൽ ടു P ഇൻറ്റു ഇ ഡിവൈഡ് ബൈ സെഡ്. ഇനി സെഡ് എന്ന് പറയുന്നത് സെക്ഷൻ മോഡുലസ് കിട്ടാനായിട്ട് നമുക്ക് ടേബിൾ 6.7 നിന്ന് കിട്ടും. അതിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെൽഡ്സിൻ്റെ സെക്ഷൻ മോഡുലസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഫോർ ആക്സിയൽ ലോഡിങ്ങിൻ്റെ കേസിൽ അക്കോർഡിംഗ് ടു മാക്സിമം നോർമൽ സ്ട്രെസ് തിയറി, നമ്മൾ ഈ ഇക്വേഷൻ പഠിച്ചിട്ടുള്ളതാണ്. സിഗ്മ മാക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് സിഗ്മ ബൈ 2 പ്ലസ് റൂട്ട് ഓഫ് സിഗ്മ ബൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് ടോ സ്ക്വയർ. സിഗ്മ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് അല്ലെങ്കിൽ മാക്സിമം സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ടോ മാക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, റൂട്ട് ഓഫ് സിഗ്മ ബൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് ടോ സ്ക്വയർ. അതായത് സിഗ്മ മാക്സ് ഈ ഇക്വേഷൻ നമുക്ക് പഠിച്ചിട്ടുള്ളതാണ്. സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 പ്ലസ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് ടോ എക്സ് വൈ സ്ക്വയർ. ആ ഇക്വേഷനിൽ അത് തന്നെയാണ് ഇത്. അപ്പോൾ ഇവിടെ സിഗ്മ എക്സ് മാത്രമേ ഉള്ളൂ. ഈ ബെൻഡിങ് സ്ട്രെസ് എന്ന് ഉദ്ദേശിക്കുന്നത് സിഗ്മ എക്സ് ആണ്. ഒരു പ്രോബ്ലം നോക്കാം. ഡിറ്റർമിൻ ദ മാക്സിമം നോർമൽ സ്ട്രെസ് ആൻഡ് മാക്സിമം ഷിയർ സ്ട്രെസ് ഇൻ ദ വെൽഡ് ഷോൺ ബിലോ. ഇതതിൻ്റെ സൈഡ് വ്യൂ ആണ് കൊടുത്തിരിക്കുന്നത്, ഇതാണ് ഫ്രണ്ട് വ്യൂ. അപ്പോൾ ഇങ്ങനെ ഒരു വെച്ചിട്ട് ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ് ഈ വരച്ചിരിക്കുന്നത്. ഇതാണ് വെൽഡ്.
Compare the above figure with the figure given in table 6.1. ടേബിൾ 6.1 എന്ന് പറയുന്നത് ഡാറ്റ ബുക്കിൽ ഇതാണ്. ഇങ്ങനെ പല ടൈപ്പ് വെൽഡിൻ്റെ ഫിഗേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏത് ഫിഗർ ആണെന്ന് നോക്കാം. കമ്പയർ ദ above figure with the figure in table 6.1. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം പേജ് നമ്പർ 93. 93ൽ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ഈ ഫിഗറാണ്. അപ്പോൾ ഈ ഫിഗറിലാണ് നമുക്ക് തന്നിരിക്കുന്ന കേസായിട്ട് എക്സാക്റ്റ് മാച്ച് ചെയ്യുന്ന ഫിഗർ. കണ്ടോ, ലോഡ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് വെൽഡ് പ്ലെയിൻ. അവിടെ നിന്ന് ഈ ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പി തന്നിട്ടുണ്ട് 2 കിലോ ന്യൂട്ടൺ, 2000 ന്യൂട്ടൺ. എൽ ഇസ് ഈക്വൽ ടു 50 mm. എൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് വെൽഡ് ആണ്, ഇത് 50 mm. ഇ തന്നിട്ടുണ്ട് 150, എച്ച് 12 mm. ടോ ഇസ് ഈക്വൽ ടു 0.707 പി ബൈ എച്ച് എൽ. അപ്പോൾ ടോ എന്ന് പറയുന്നത് ഇക്വേഷൻ നമുക്ക് ആ ഫിഗറിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് റോയിൽ ഈ ഫിഗർ ടോ ഇസ് ഈക്വൽ ടു, ഇവിടെ ടോ എം എന്ന് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ടോ നിർത്താൽ മതി, 0.707 പി ബൈ എച്ച് എൽ. അപ്പോൾ അത് വെച്ചിട്ട് ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാം. ഇതിനകത്ത് എല്ലാം ടേംസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2.36 MPa കിട്ടും. അതുപോലെ സിഗ്മ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഫിഗറിൽ തന്നെയുണ്ട്. ഇതാണ് സിഗ്മ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സിഗ്മ മാക്സ് എന്ന് കൊടുത്ത് നിങ്ങൾ സിഗ്മ എടുത്താലും മതി, 4.24 PE ബൈ എച്ച് എൽ സ്ക്വയർ. അത് വെച്ചിട്ട് കണ്ടുപിടിക്കുക. അതിനകത്ത് എല്ലാ ടേമും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി മാക്സിമം നോർമൽ സ്ട്രെസ് കണ്ടുപിടിക്കാൻ, സിഗ്മ മാക്സ് കണ്ടുപിടിക്കാനായിട്ട് സിഗ്മ ബൈ 2 പ്ലസ് റൂട്ട് ഓഫ് സിഗ്മ ബൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് ടോ സ്ക്വയർ. അപ്പോൾ നമ്മൾ സിഗ്മ മാക്സ് ഇപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഡാറ്റ ബുക്കിൽ തന്നിരിക്കുന്ന ഇക്വേഷനിൽ ടോ മാക്സ് സിഗ്മ മാക്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ ടോയും സിഗ്മയായിട്ട് എടുത്താൽ മതി. ഡാറ്റ ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ ടോയുടെയും സിഗ്മയുടെയും ആണ്. ഇവിടെ ഈ ടൈപ്പ് പ്രോബ്ലം അതുപോലെ തന്നെയാണ്, അത് സെയിം ടൈപ്പ് പ്രോബ്ലം തന്നെയാണ്. അടുത്ത പ്രോബ്ലം, എ ബ്രാക്കറ്റ് ഈസ് വെൽഡഡ് ടു എ വെർട്ടിക്കൽ പ്ലേറ്റ് ആസ് ഷോൺ ഇൻ ഫിഗർ. ഡിറ്റർമിൻ ദ സൈസ് ഓഫ് ദ വെൽഡ് ഇഫ് permissible shear stress in the weld is limited to 60 MPa. അപ്പോൾ ഇതാണ് തന്നിരിക്കുന്ന ഫിഗർ. പാരലൽ ലാപ്പ് വെൽഡാണ് തന്നിരിക്കുന്നത്. പി തന്നിട്ടുണ്ട്, ഈ ഡിസ്റ്റൻസ് ഇ ആണ്, ഇ 150 mm. ടോ മാക്സ് തന്നിട്ടുണ്ട്, മാക്സിമം ഷിയർ സ്ട്രെസ് ഈസ് ലിമിറ്റഡ് ടു 60 MPa. ടോ മാക്സ് തന്നിട്ടുണ്ട് 60 MPa. ടോ മാക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് റൂട്ട് ഓഫ് സിഗ്മ ബൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് ടോ സ്ക്വയർ ആണ്. നമുക്ക് ബെൻഡിങ് സ്ട്രെസ് കണ്ടുപിടിക്കാം. ആദ്യം ബെൻഡിങ് സ്ട്രെസ് സിഗ്മയാണ് കണ്ടുപിടിക്കേണ്ടത്. സിഗ്മ എന്ന് പറയുന്നത് ബെൻഡിങ് സ്ട്രെസ് ആണ്. സിഗ്മ ഇസ് ഈക്വൽ ടു എം ബൈ സെഡ്. മൊമെന്റ് എന്ന് പറയുന്നത് പി ഇൻറ്റു ഇ ആണ്. പി ഇൻറ്റു എക്സെൻട്രിക് ഡിസ്റ്റൻസ് 150. അപ്പോൾ ചെയ്യുമ്പോൾ 3 × 10⁶ ന്യൂട്ടൺ മില്ലിമീറ്റർ ആണ് മൊമെന്റ് കിട്ടുന്നത്. ഇനി നമ്മൾ ടേബിൾ 6.7 പേജ് നമ്പർ 96ൽ ഫോർത്ത് റോ, അതായത് ഈ ടൈപ്പ് വെൽഡ്, ഇപ്പോൾ ഇവിടെ വെൽഡ് ചെയ്തിരിക്കുന്നത് നോക്കി എങ്ങനെയാണ്, ഇവിടെ ഒരു വെൽഡ്, ഇവിടെ ഒരു വെൽഡ്, അപ്പോൾ വെർട്ടിക്കലാണ് രണ്ടും പാരലായിട്ട്. അപ്പോൾ ഈ ടൈപ്പ് വെൽഡ് നോക്കാം. അത് ടേബിൾ 6.7 പേജ് നമ്പർ 96ൽ ഫോർത്ത് റോ, പേജ് നമ്പർ 96. ഇതാണ് ടേബിൾ 6.7 പേജ് നമ്പർ 96. 6.7 എന്ന് പറഞ്ഞാൽ 96, 97 രണ്ട് പേജിലുണ്ട്. അപ്പോൾ ടേബിൾ 6.7 ഫോർത്ത് റോ ആണ്. ഇത് ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, ഇതാണ് ഫോർത്ത് റോയിൽ നോക്കി കണ്ടോ, ഈ ലൈൻസ് കാണിച്ചിരിക്കുന്നതാണ് വെൽഡ് ലൈൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇതൊരു വെൽഡിങ്, ഇതൊരു വെൽഡിങ് ആണ്. ഈ ടൈപ്പ് വെൽഡിങ് ആണ് ഇപ്പോൾ അവിടെ തന്നിരിക്കുന്നത്. കണ്ടോ, രണ്ട് പാരലൽ വെർട്ടിക്കൽ വെൽഡ്. അപ്പോൾ ഇതാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് നമുക്ക് സെഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്. ഇവിടെ സെഡ് കണ്ടുപിടിക്കാനായിട്ട് HT × m²/3. ഇവിടെ എം എന്ന് പറയുന്നത് ഈ ഹൈറ്റ് ആണ് വെൽഡിൻ്റെ, പിന്നെ ഈ ഡിസ്റ്റൻസ് ആണ് n എന്ന് പറയുന്നത്. അവിടെ സെഡ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ HT × m²/3 ആണ്. അപ്പോൾ ആ ഇക്വേഷൻ നമുക്ക് എടുക്കാം. സെഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ HT × m²/3. m
220 mm. എം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ വെർട്ടിക്കൽ ഹൈറ്റ് ആണ് അവിടെ നാറ്റോഗിൽ കൊടുത്തിരിക്കുന്നത്, അത് M220 ആണ്. അതുപോലെ എച്ച് ടി എന്ന് പറയുന്നത് എന്താണ്, ത്രോട്ട് തിക്നെസ്, അത് നമുക്ക് അറിയാം 0.70 H. അപ്പോൾ സെഡ് കണ്ടുപിടിക്കുക. സെഡിൻ്റെ ഇക്വേഷൻ എച്ച് ടിക്ക് പകരം 0.70 H സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. M² എന്ന് പറയുമ്പോൾ 220² / 3. അപ്പോൾ ഇത് കിട്ടും. സെഡ് എന്ന് പറയുന്നത് നമുക്ക് എച്ചിൻ്റെ ടൈമിലാണ് കിട്ടുന്നത്. ഇനി സിഗ്മ = M/Z. എം കിട്ടി, സെഡ് എന്ന് പറയുന്നത് ഇത് കിട്ടി. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 263/H എന്ന് കിട്ടും. അപ്പോൾ സിഗ്മ കിട്ടിയിട്ടുണ്ട്. ഇനി ഷിയർ സ്ട്രെസ് ടോ = P/A. പി നമുക്കറിയാം, പി തന്നിട്ടുണ്ട്. ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇവിടെ പാരലൽ വെൽഡാണ്, അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് L × HT ആണ് ഏരിയ. അപ്പോൾ ലെങ്ത് ഓഫ് വെൽഡ് ഇൻറ്റു ത്രോട്ട് തിക്നെസ്. ലെങ്ത് എന്ന് പറയുന്നത് 2m ആണ്. എങ്ങനെയാണ് 2m വരുന്നത് ലെങ്ത് ഓഫ് വെൽഡ്? ഈ ഒരു ഡിസ്റ്റൻസ് ഇത് 2 മീറ്റർ അല്ല കേട്ടോ, 2 × m ആണ്. m എന്ന് പറയുന്നത് ഈ ഹൈറ്റ് ആണ്. അപ്പോൾ ആസ് പെർ ഡാറ്റ ബുക്കിൽ തന്നിരിക്കുന്ന ഫിഗറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഹൈറ്റ് ഡാറ്റ ബുക്കിൽ തന്നിരിക്കുന്ന m ആണ്. അപ്പോൾ ടോട്ടൽ ലെങ്ത് ഓഫ് വെൽഡ് എന്ന് പറയുമ്പോൾ ഈ ലെങ്ത് പ്ലസ് ഈ ലെങ്ത് രണ്ടെണ്ണം ഉണ്ടല്ലോ, അപ്പോൾ 2m ആണ് 2m എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 × 20 220 വരും. അപ്പോൾ L = 2m 2 × 220. അതുപോലെ എച്ച് ടി എന്ന് പറയുന്നത് 0.70 H ആണ്. അതങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട്. H ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ടോ = P/A. P/L × HT. P സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ലെങ്ത് ദെൻ HT. അപ്പോൾ 64.29/H എന്ന് കിട്ടും. ഇനി ടോ മാക്സിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടോ മാക്സ് എന്ന് പറയുന്നത് σ/2² + τ² ആണ്. അതിൽ സിഗ്മയ്ക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 263/H ആണ് സിഗ്മ എന്ന് പറയുന്നത്, ഇവിടെ /2 കൂടി ഉണ്ട്. അത് ചെയ്തിട്ട് (² + ടോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി ടോ മാക്സ് തന്നിട്ടുണ്ട്, മാക്സിമം പെർമിസിബിൾ ഷിയർ സ്ട്രെസ് 60 തന്നിട്ടുണ്ട്, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ഇനി എന്താണെന്ന് വെച്ചാൽ റൂട്ട് കളയാനായിട്ട് രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുക. ഇനി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ H കിട്ടും. H എന്ന് പറയുന്നത് 2.44 mm ആണ്. അപ്പോൾ സൈസ് ഓഫ് വെൽഡ് റൗണ്ട് ഓഫ് ചെയ്ത് 3 mm ആക്കിയിട്ടുണ്ട്. അടുത്ത പ്രോബ്ലം ഇപ്പം തന്നിരിക്കുന്ന പ്രോബ്ലം തന്നെ, പക്ഷേ വെൽഡിൻ്റെ അടുത്ത പ്രോബ്ലത്തിലുണ്ടോ, എ ബ്രാക്കറ്റ് ഈസ് വെൽഡഡ് ടു എ വെർട്ടിക്കൽ പ്ലേറ്റ് ആസ് ഷോൺ ഇൻ ഫിഗർ. ഡിറ്റർമിൻ ദ സൈസ് ഓഫ് ദ വെൽഡ് ഇഫ് പെർമിസിബിൾ ഷിയർ സ്ട്രെസ് ഇൻ ദ വെൽഡ് ഈസ് ലിമിറ്റഡ് ടു 90 MPa. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് വെച്ചാൽ കഴിഞ്ഞ പ്രോബ്ലത്തിലെ പോലെ തന്നെയാണ്, പക്ഷേ വെൽഡിൻ്റെ പൊസിഷൻ ഒന്ന് മാറിയിട്ടുണ്ട്. പാരലൽ തന്നെയാണ്, പക്ഷേ അത് ഇങ്ങനെ 2 ഹൊറിസോണ്ടൽ പാരലൽ വെൽഡാണ് തന്നിരിക്കുന്നത്. നമ്മൾ അതുപോലെ തന്നെ ചെയ്താൽ മതി, വേറെ പ്രത്യേകതയൊന്നുമില്ല ചെയ്യാനായിട്ട്. പി തന്നിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്നതിൽ ഈ ഫിഗർ, ഈ ഹൊറിസോണ്ടൽ പാരലൽ വെൽഡ് അതിൻ്റെ ഫിഗർ ഏതാ നോക്കാം. ടേബിൾ 6.7 എടുക്കുക. ഹൊറിസോണ്ടൽ ഇത് നേരത്തെ നമ്മൾ എടുത്തതായിരുന്നു. ഇതാണ് ഹൊറിസോണ്ടൽ പാരലൽ. കണ്ടോ, ഇവിടെ ഒരു വെൽഡ് ലൈൻ, അതുപോലെ ഇവിടെ ഒരു വെൽഡ് ലൈൻ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇവിടെ m ഇതാണ് ഹൈറ്റ്, പിന്നെ വെൽഡ് ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ n ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഇവിടെ m = m എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്. ഇവിടെ ഇപ്പോൾ എഴുതി മാറിപ്പോയിന്റ്. ഇവിടെ n ആണ് 50. ശരിയാണ്. n = 50 mm, m = 150 mm. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് അത് നമുക്ക് ആ ഫിഗർ നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് അറിയാൻ പറ്റും. ഈ ഹൈറ്റ് ആണ് m എന്ന് പറയുന്നത് 150, ഇതാണ് n എന്ന് പറയുന്നത് n50. പിന്നെ e എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ്, അത് ഈ 200 mm ലോഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, വേറെ പ്രത്യേകതയൊന്നുമില്ല. നമുക്കിനി ആ ഇക്വേഷൻ സെഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ ഈ ഫിഗറിൽ കണ്ടോ, ഇതാണ് സെഡ് എന്ന് പറയുന്നത് HT × NM. HT × NM ആണ് ഇക്വേഷൻ. അപ്പോൾ സെഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ മാത്രമേ മാറിയിട്ടുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് സെഡ് കണ്ടുപിടിക്കാം. സെഡ് ഇൻ ടേംസ് ഓഫ് H വരും. അതിൽ HTക്ക് പകരം 0.70 H കൊടുക്കുക. N അറിയാം, M അറിയാം. അപ്പോൾ നമുക്ക് n തന്നിട്ടുണ്ട് 50, പിന്നെ m 150 ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ സെയിം പ്രൊസീജിയർ തന്നെ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ എന്ന് പറയുന്നത് L × HT തന്നെയാണ്. ഏരിയ മാറുന്നത് സർക്കുലർ ഷേപ്പിൽ വെൽഡ് വരുമ്പോഴാണ് ഏരിയയുടെ ചേഞ്ച് ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം ഹൊറിസോണ്ടൽ ലെങ്ത്തിലൊക്കെ വരുമ്പോൾ L × HT തന്നെയാണ് ഏരിയ.
അപ്പോൾ ഇവിടെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ സെയിം പ്രൊസീജിയർ ഞാൻ എച്ച് കണ്ടുപിടിക്കാം. അടുത്ത ഷേപ്പ്, അതായത് ഷേപ്പ് മാറിയിട്ടുണ്ട്, എൽ ഷേപ്പാണ്. അപ്പോൾ ഡിറ്റർമിൻ ദ സൈസ് ഓഫ് ദ വെൽഡ് ഫോർ ദ ബ്രാക്കറ്റ് ഷോൺ ഇൻ ഫിഗർ. ദ അലോബിൾ ഷിയർ സ്ട്രെസ് മേ ബി ടേക്കൺ ആസ് 80 MPa. ഇവിടെ അലോബിൾ ഷിയർ സ്ട്രെസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന അപ്പോൾ നമുക്ക് ഈ ഫിഗർ ഏതാണെന്ന് നോക്കാം. ഇതേപോലെ വരുന്ന ഫിഗർ എൽ ഷേപ്പ് ഇതേപോലെ തന്നെ വരണം കേട്ടോ. എൽ എന്നുള്ളത് തിരിഞ്ഞ് ഇതേ ഷേപ്പ് തന്നെ തിരിഞ്ഞു മറിഞ്ഞൊന്നും വരാൻ പാടില്ല, ഇതുപോലെ തന്നെ കിടക്കണം. ആ ഒരു ഷേപ്പ് ഏതാ നോക്കാം. നമ്മുടെ ഈ ടേബിളിൽ എൽ ഷേപ്പ് ഇതാണ് കണ്ടോ, 7ന്റെ മിറർ ഇമേജ് ആയിട്ട് വരും. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഈ ഫിഗർ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഇതൊരു അൺസിമെട്രിക് സെക്ഷനാണ്. നമ്മൾ മുമ്പ് ചെയ്തതൊക്കെ കണ്ടോ, ഇത് സിംഗിൾ പാരലൽ ഹൊറിസോണ്ടൽ, ഇത് സിംഗിൾ പാരലൽ വെർട്ടിക്കൽ, ഇതാണ് ഡബിൾ പാരലൽ ഹൊറിസോണ്ടൽ, ഡബിൾ പാരലൽ വെർട്ടിക്കൽ. ഇതിപ്പോൾ ഈ ഷേപ്പിൽ വന്നിരിക്കുന്നത്. ഈ ഷേപ്പിൽ വരുമ്പോൾ ഇതിൻ്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കണം. പിന്നെ അത് ഈ ഹൈറ്റ് എം, അതിൽ ഇതും അതൊക്കെ എം എൻ എപ്പോഴും സെയിം തന്നെയായിരിക്കും. വെർട്ടിക്കൽ ആയിട്ടുള്ള ഹൈറ്റ് എന്ന് പറയുന്നത്, വെൽഡിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, വെർട്ടിക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എമ്മും ഹൊറിസോണ്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എന്നും ആയിരിക്കും. അപ്പോൾ ഇവിടെ M100 M200 എന്ന് പറയുന്നത് 100 ആയിരിക്കും. ഈ നേരത്തെ പോലെ തന്നെ സിഗ്മ കണ്ടുപിടിക്കുക. ആദ്യം സിഗ്മ കണ്ടുപിടിക്കുക, പിന്നെ ടോ കണ്ടുപിടിക്കുക. സിഗ്മ എന്ന് പറയുന്നത് M/Z ആണ്. അപ്പോൾ Z കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇവിടെ എന്താണ്, ഇതിനകത്ത് Z കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, Z കണ്ടുപിടിക്കാൻ 2 ഇക്വേഷൻ ഉണ്ട്. ടോപ്പ് ആണ്, Z ഫോർ ടോപ്പ് ആൻഡ് Z ഫോർ ബോട്ടം സെക്ഷൻ, 2 എണ്ണം കണ്ടുപിടിക്കണം. അൺസിമെട്രിക് ആയതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ടു ഫൈൻഡ് Z ടോപ്പ് എന്ന് പറയുന്നത് HT × 4nm + m²/6. HT എന്ന് പറയുന്നത് 0.70 H, അത് എല്ലാ കേസിലും സെയിം തന്നെയാണ്. ഒക്കെ ഫില്ലറ്റ് വെൽഡ് അല്ലേ, എല്ലാം ഫില്ലറ്റ് വെൽഡിനാണ് ചെയ്യുന്നത്. അതുപോലെ Z ടോപ്പ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ എല്ലാം നമുക്കറിയാം, എമ്മും എന്നും അറിയാം. പിന്നെ HT എന്ന് പറയുന്നത് 0.70 H ആണ് ശരിക്കും കണ്ടുപിടിക്കേണ്ടത്. അവിടെ Z ബോട്ടം, അത് ഇവിടെ കണ്ടോ, ഈ ഇക്വേഷൻസിൽ എമ്മും എന്നും മാത്രമേ ഉള്ളൂ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. HT എന്ന് പറയുന്നത് 0.70 H. അപ്പോൾ Z ടോപ്പും Z ബോട്ടം കിട്ടി. 2 എണ്ണം കിട്ടി കഴിഞ്ഞാൽ അതിനകത്ത് മിനിമം വാല്യൂ ഓഫ് Z ഏതാ നോക്കാം. അതിനകത്ത് 14140, ഇവിടെ 945023. മിനിമം എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്, 14140 H ആണ്. അപ്പോൾ Z മിനിമം സെലക്ട് ചെയ്യാം. M = P × E ആണ്, അപ്പോൾ അത് കണ്ടുപിടിക്കുക. സിഗ്മ = M/Z, അത് Hൻ്റെ ടേബിളിൽ കിട്ടും. ഇനി ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കുക, P/A. ഷിയർ സ്ട്രെസ് P/A, A എന്ന് പറയുന്നത് L × HT. ടോട്ടൽ ലെങ്ത് ഓഫ് വെൽഡ്, ഈ കേസിൽ ടോട്ടൽ ലെങ്ത് ഓഫ് വെൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഇത്രയും വരെയുള്ള ലെങ്ത് പ്ലസ് ഇവിടെ തൊട്ട് ഇത്രയും വരെയുള്ള ഈ ലെങ്ത് ആണ്, ഈ Lൻ്റെ ലെങ്ത് ആയിരിക്കും. അതെന്ന് വെച്ചാൽ എത്രയായിരിക്കും? 200 + 100, അതായത് M + N ആയിരിക്കും ടോട്ടൽ ലെങ്ത് ഓഫ് വെൽഡ്, L എന്ന് പറയുന്നത്. ഇപ്പം L = M + N, അതായത് 300 mm. ഈ ടോമാക്സ് കണ്ടുപിടിക്കുക. അതിൽ ടോമാക്സ് തന്നിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ H കിട്ടും, സൈസ് ഓഫ് വെൽഡ്. അടുത്ത സെയിം ടൈപ്പ് പ്രോബ്ലം തന്നെ, പക്ഷേ വെൽഡിൻ്റെ ഷേപ്പ് മാറിയിട്ടുണ്ടെന്നുള്ളൂ. ഈ ഷേപ്പാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഷേപ്പിന് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് സിമിലർ ആയിട്ടുള്ള ഷേപ്പ് നമുക്ക് എടുത്താൽ മതി. നെറ്റ് ബുക്കിൽ ഇതാണ്ട, ഇത് പേജ് നമ്പർ 97 കണ്ട ഈ ഷേപ്പ്. ടോട്ടൽ ലെങ്ത് ഓഫ് വെൽഡ് എന്ന് എടുക്കുമ്പോൾ കണ്ടോ, ഈ M 2 എണ്ണം വരും, ഇപ്പുറത്തും വരും ഇപ്പുറത്തും വരും. അപ്പോൾ 2M + N ആയിരിക്കും ടോട്ടൽ ലെങ്ത് ഓഫ് വെൽഡ് വരുന്നത്. അപ്പോൾ അത് ചെയ്ത് നോക്കാം. ബാക്കി എല്ലാ പ്രൊസീജിയറും സെയിം തന്നെയാണ്. ടോമാക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സിഗ്മ M/Z. Z കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇവിടെ ഉണ്ട്. ഇതിൽ Z ഇവിടെയും Z ടോപ്പ് കണ്ടുപിടിക്കുക, Z ബോട്ടം രണ്ടും കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് മിനിമം വാല്യൂ എടുക്കാം. ബാക്കി പ്രൊസീജിയറൊക്കെ സെയിം തന്നെ, അതിനെ സോൾവ് ചെയ്തിട്ട് H കണ്ടുപിടിക്കാം. അടുത്തത് an eccentric loaded connection is shown in figure. Determine the size of weld if maximum shear stress induced in the weld is not to exceed 75 Nm/mm². ഇവിടെ T ഷേപ്പാണ്, T ഷേപ്പിലുള്ള പ്ലേറ്റ് ആണ് ഇവിടെ വെൽഡ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇവിടെ വെൽഡിങ് നടന്നിരിക്കുന്നതൊക്കെ ഉണ്ടാവും. ഇത്രയും പോർഷൻ ഉണ്ട്. ടീയുടെ മുകളിൽ ഈ ഫ്ലാഞ്ചിൻ്റെ മുകളിലുണ്ട്, ഫ്ലാഞ്ചിൻ്റെ അടിയിൽ ഇത്രയും പോർഷൻ ഉണ്ട്, പിന്നെ വെബിൻ്റെ ഇത്രയും പോർഷൻ ഉണ്ട്. ഇതിൽ ഈ തിക്നെസ് വന്നിട്ടുണ്ട്. തിക്നെസ് ഇതിൻ്റെയാണ്, ടി ഫ്ലാഞ്ചിൻ്റെ വെബിൻ്റെ തിക്നെസ് 10 mm ആണ്. അപ്പം നമുക്ക് ഈ ഷേപ്പിൽ വെൽഡ് വരുന്നത് ഇവിടെ നോക്കാം. ഈ ഷേപ്പ് വരുന്നത് നോക്കണം, പേജ് നമ്പർ 97. ആ ഷേപ്പ് വരുന്നതൊക്കെ ഇതാണ്. അതായത് ടേബിൾ 6.7 പേജ് നമ്പർ 97 1 2 3 4th റോ ആണ്. 4th റോയിൽ ഇതാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കേസ്. ഈ ഷേപ്പിലാണ് വെൽഡ് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഹൈറ്റ് എം, ഈ ഹൈറ്റ് എൻ ആണ്. ഇവിടെയും ടോപ്പ് ബോട്ടം ഉണ്ട് സെഡ് കണ്ടുപിടിക്കാനായിട്ട്. രണ്ടും കണ്ടുപിടിച്ചിട്ട് അതിൽ മിനിമം എടുക്കണം. ഇനി ഇവിടെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ടോട്ടൽ ലെങ്ത് ഓഫ് വെൽഡ് എങ്ങനെ എടുക്കാം. ബാക്കി പ്രൊസീജിയറൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഫിഗറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെഡിൻ്റെ വാല്യൂ എടുക്കാം. സെഡ് ടോപ്പ് ആൻഡ് സെഡ് മിനിമം, അല്ല സെഡ് ബോട്ടം എടുത്തിട്ട് അതിൽ മിനിമം ആ വാല്യൂ കണ്ടുപിടിക്കുക. പിന്നെ ഏരിയ എന്ന് പറയുന്നത് അത് തന്നെയാണ്. വെൽഡിൻ്റെ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് P/A. എന്ന് പറയുന്നത് ആ വെൽഡഡ് സെക്ഷൻ്റെ ഏരിയ, അതായത് L × HT. L എന്ന് പറയുമ്പോൾ ടോട്ടൽ ലെങ്ത് ഓഫ് വെൽഡ് ആണ്. ഇവിടെ ടോട്ടൽ ലെങ്ത് ഓഫ് വെൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ നോക്കിയേ, ടോട്ടൽ ലെങ്ത് ഓഫ് L എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഇത്രയും വരെ വെൽഡ് ഉണ്ട്, അത് M ആണ്. പിന്നെ ഇവിടെ തൊട്ട് ഇത്രയും വരെ ഫുള്ളില്ല, അതിൽ നിന്ന് ഇത്രയും പോർഷൻ കുറയും. അപ്പോൾ എത്ര കുറയ്ക്കണം? 10 കുറയ്ക്കണം. അപ്പോൾ M - 10. അപ്പോൾ M + M - 10 നോക്കി, ഇവിടെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ചെയ്തിട്ടുണ്ട്. M അല്ല N ആണ് കേട്ടോ. ഹൊറിസോണ്ടൽ ലെങ്ത്തിന് N എന്ന് പറയാം. N + N - 10. ഇനി എത്രയാണ്? ഇനി ഏത് പോർഷനാണ് വേണ്ടത്? ഇനി ഇവിടുന്ന് ഇത്രയും വരെ ലെങ്ത്, പിന്നെ ഇവിടുന്ന് ഇത്രയും വരെ ലെങ്ത്, അതായത് ഇവിടെ തൊട്ട് ഇത്രയും വരെയുള്ള ലെങ്ത്തിൻ്റെ 2 ടൈംസ്. അപ്പോൾ ആ ലെങ്ത് എത്രയായിരിക്കും? ആ ടോട്ടൽ ഇവിടെ തൊട്ട് ഇത്രയും വരെ 140 ഉണ്ട്. 140 ലെങ്ത്. 140 നിന്ന് ലെങ്ത് 2 × M - 10. M ന്ന് 10 കുറയ്ക്കുക. ഹൈറ്റിൽ നിന്ന് 10 mm കുറയ്ക്കുക, കുറച്ചിട്ടുള്ള ലെങ്ത്. അപ്പോൾ ഹൈറ്റിൽ നിന്ന് ലെങ്ത് ഓഫ് വെൽഡ് M എന്ന് പറയുന്നത്, M ശരിക്കും ഇവിടെ നിന്നല്ല, ഇവിടെ നിന്നൊട്ടാണ് വരേണ്ടത്. ഈ ഫ്ലാഞ്ചിൻ്റെ ടോപ്പിൽ നിന്ന് താഴേക്കുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് 10 കുറയ്ക്കാം. ഈ 410 എന്നുള്ള ഹൈറ്റ് ശരിക്കും M എന്നുള്ളത് വരുന്നത് ശരിക്കും ഫ്ലാഞ്ചിൻ്റെ ടോപ്പ് ഈ പോയിന്റിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് 10 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹൈറ്റ് കിട്ടും. ഈ വെർട്ടിക്കൽ വെൽഡിൻ്റെ ലെങ്ത് × 2 ചെയ്യാം. അതാണ് ടോട്ടൽ ലെങ്ത് ഓഫ് വെൽഡ്. ഇനി ബാക്കി എല്ലാം മുമ്പ് ചെയ്ത പോലെ തന്നെ പ്രൊസീഡ് ചെയ്യാം. അടുത്തത് T ഷേപ്പാണ് വരുന്നത്. ഐ ഷേപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എടുക്കേണ്ടത് ഷേപ്പ് എന്ന് പറയുന്നത് ഇതാണ്. പേജ് നമ്പർ 97 എത്രാമത്തെ റോ ആണ്? 1 2 3 4 5 6th റോ. ഇതെടുക്കണ്ടേ, അതിനെ സെഡ് സിമെട്രിക് ആയതുകൊണ്ട് നമുക്ക് ഈ ടൈപ്പ് ഇതെടുക്കാം. സെഡ് = ഈ ഇക്വേഷൻ എടുക്കാം. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഫിഗറിലെ വെൽഡഡ് ഷേപ്പ് നമുക്ക് ഈ ഫിഗറിൽ നിന്ന് നോക്കിയിട്ട് എടുക്കണം. എന്നിട്ട് അതിൻ്റെ ഇക്വേഷൻ വേണം യൂസ് ചെയ്യാനായിട്ട്. ബാക്കി പ്രൊസീജിയർ എല്ലാം മുമ്പ് ചെയ്തതാണ്. എല്ലാത്തിൻ്റെയും പ്രൊസീജിയർ സെയിം ആണ്. നമ്മുടെ ഫിഗർ മാത്രം നോക്കിയെടുത്താൽ മതി.